നമസ്കാരം. ഡാറ്റ മൈൻ 360യുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകകപ്പിന്റെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് മത്സരങ്ങൾ വലിയ രീതിയിൽ തന്നെ വലിയ ആവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. ബ്രസീൽ ഉൾപ്പെടെയുള്ള ടീമുകൾ ലോകകപ്പിലെ ആദ്യ ഘട്ടത്തിൽ പക്ഷേ പ്രതീക്ഷിച്ചത്ര നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. എങ്കിലും ഇതുവരെയും ആവേശത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കുറവ് വന്നു എന്ന് നമുക്ക് പറയാനും കഴിയുകയില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ജർമ്മനിയുടെ മത്സരം നടന്നു. ജർമ്മനി ലോകകപ്പിലെ നവാഗതരായ കുഞ്ഞൻ രാജ്യം എന്നറിയപ്പെടുന്ന ക്യുറസോവയുമായാണ് ഏറ്റുമുട്ടിയത്. 7-1 ജർമ്മനി ക്യുറസോവയെ പരാജയപ്പെടുത്തിയത്. വലിയ വിജയം തന്നെ ജർമ്മനിക്ക് നേടാൻ കഴിഞ്ഞു. ജർമ്മനി അതോടെ ലോകകപ്പിലെ ഗോൾവേട്ടയിൽ മുന്നിലെത്തുകയും ചെയ്തു എന്ന പ്രത്യേകതയുണ്ട്. പക്ഷേ ക്യുറസോവയെ പൂർണ്ണമായും എഴുതിത്തള്ളാൻ കഴിയില്ല എന്നതാണ് ആ മത്സരം കണ്ട പലർക്കും തോന്നിയത്. കാരണം ഒരു ഘട്ടത്തിൽ 1-1 ജർമ്മനി സമനിലയിൽ തളക്കുന്നതിന് വേണ്ടി നവാഗതരായ ആ രാജ്യത്തിന് കഴിയുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 38-ാം മിനിറ്റ് വരെ അവർ 1-1 ജർമ്മനിയെ സമനിലയിൽ പിടിച്ചു നിർത്തി എന്നതും ഒരു നേട്ടമായി തന്നെ ഫുട്ബോൾ ലോകം കാണുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഒരുപക്ഷെ ക്യുറസോവ മികച്ച മുന്നേറ്റങ്ങൾ നടത്താൻ സാധ്യതയുള്ള ടീമായി മാറിയേക്കാം എന്നാണ് ഇന്നലത്തെ മത്സരഫലം തെളിയിക്കുന്നത്. ഇന്നലത്തെ മത്സരഫലം ആ തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ജപ്പാന്റെ മുന്നേറ്റമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നെതർലൻഡ്സിന് 2-2 ജപ്പാൻ സമനിലയിൽ തളച്ചു. നെതർലൻഡ്സിന് നമുക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയോട് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടി പരാജയപ്പെട്ട ടീമാണ് നെതർലൻഡ്സ്. പക്ഷെ അന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് നെതർലൻഡ്സ് പരാജയപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അർജന്റീനയോട് വലിയ മത്സരം തന്നെ അവർ കാഴ്ചവെക്കുകയും ചെയ്തു. ആ നെതർലൻഡ്സിനെയാണ് 2-2 ജപ്പാൻ സമനിലയിൽ കുരുക്കിയത് എന്ന് നമ്മൾ കാണണം. കളിയുടെ ഏറ്റവും അവസാന നിമിഷത്തിൽ ഡൈച്ചി കമഡയുടെ ഗോളിലൂടെയാണ് ജപ്പാൻ അവിശ്വസനീയമായ സമനില നേടുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ സ്വീഡന് മികച്ച വിജയത്തുടക്കം ഉണ്ടായിരിക്കുന്നു. ഗ്രൂപ്പ് എഫിൽ തങ്ങളുടെ പടയോട്ടത്തിന് സ്വീഡൻ തുടക്കമിടുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇക്വഡോറിനെ 1-0 തകർത്തുകൊണ്ട് ഐവറി കോസ്റ്റും ഗ്രൂപ്പ് ഇയിൽ വിലപ്പെട്ട 3 പോയിന്റുകൾ സ്വന്തമാക്കി. ഈ നിലയിൽ മത്സരങ്ങൾ വലിയ ആവേശമുണ്ടാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. കളിക്കളങ്ങളെ ത്രസിപ്പിക്കുന്നു എന്ന നിലയിൽ തന്നെ മത്സരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. വരും ദിവസങ്ങളിലും നമുക്ക് മികച്ച മത്സരങ്ങൾ കാണാൻ കഴിയും. പ്രധാനപ്പെട്ട ടീമുകളെല്ലാം വരും ദിവസങ്ങളിൽ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. സ്പെയിൻ, ഫ്രാൻസ്, അർജന്റീന ഉൾപ്പെടെയുള്ള ടീമുകൾ വരും ദിവസങ്ങളിൽ മത്സരിക്കാൻ ഇറങ്ങുകയാണ്. കൂടുതൽ ആവേശം ലോകകപ്പിൽ ഈ മത്സരങ്ങളോടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.